Good morning, my dear children. Welcome to 6th standard English class. Last class, we studied that Aman was caught in the current. No one dared to jump into the current. Radha quickly took off her shoes and jumped into the water. She caught Aman. When Radha caught him, he was shocked and exhausted. അവിടെയല്ലേ നമ്മൾ കണ്ടത്? അമൻ ഒഴുക്കിൽ പെട്ടു. ആരും വെള്ളത്തിലേക്ക് ചാടാൻ തയ്യാറായില്ല. രാധ പെട്ടെന്ന് അവളുടെ ഷൂസൊക്കെ ഊരിയിട്ട് വെള്ളത്തിലേക്ക് ചാടി. എന്നിട്ട് അമ്മനെ പിടിച്ചു. അമ്മനെ പിടിച്ചപ്പോൾ എന്തുണ്ടായി? അവൻ പെട്ടെന്ന് രാധ പിടിച്ചപ്പോൾ അവൻ ഷോക്കഡായി. അവൻ ആകെ ക്ഷീണിതനായിരുന്നു. അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, ലെറ്റ് us continue our story. All of you take your textbook, page number 141. Helping hand. Look at your textbook. Don't panic, Aman. I am here to help you, Radha said soothingly. Don't panic. Panic, ഭീതി. Don't panic, Aman. ഭീതി വേണ്ട അമൻ. പേടിക്കണ്ട അമൻ എന്ന് പറയില്ലേ? പേടിക്കണ്ട അമൻ. I am here to help you. I am here to help you. ഞാനിവിടെ ഉണ്ട് നിന്നെ സഹായിക്കാൻ. രാധ സെഡ് സൂത്തിങ്ലി. സൂത്തിങ്ലി ആശ്വസിപ്പിച്ചുകൊണ്ട്, അമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത് എന്ത്? ഡോണ്ട് പാനിക് അമൻ, ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. നീ പേടിക്കണ്ട, ഞാനിവിടെ നിന്നെ സഹായിക്കാനുണ്ടെന്ന് രാധ പറഞ്ഞു. ജസ്റ്റ് ഹോൾഡ് മൈ വേസ്റ്റ് വിത്ത് വൺ ഹാൻഡ് ആൻഡ് ട്രൈ ടു പാഡിൽ സ്ലോലി വിത്ത് യുവർ ഫീറ്റ്. ഐ വിൽ ക്യാരി യു വിത്ത് മീ. ജസ്റ്റ് ഹോൾഡ് മൈ വേസ്റ്റ് വിത്ത് വൺ ഹാൻഡ്. വേസ്റ്റ് അരക്കെട്ട്, എൻ്റെ അരക്കെട്ട് നീ ഒരു കൈ കൊണ്ട് പിടിച്ചോളൂ. ട്രൈ ടു പാഡിൽ സ്ലോലി വിത്ത് യുവർ ഫീറ്റ്. പാഡിൽ തുഴയുക, നീ നിൻ്റെ കാലുകൊണ്ട് ഒന്ന് തുഴഞ്ഞോളൂ. എൻ്റെ അരക്കെട്ട് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് പാഡിൽ സ്ലോലി വിത്ത് യുവർ ഫീറ്റ്. നിൻ്റെ കാലുകൊണ്ട് സ്ലോലി പതുക്കെ ഒന്ന് തുഴഞ്ഞുകൊള്ളൂ. ഐ വിൽ ക്യാരി യു വിത്ത് മീ. ഐ വിൽ ക്യാരി യു വിത്ത് മീ. ഞാൻ നിന്നെയും കൊണ്ട് പൊക്കോളാം. ക്യാരി ചെയ്യുക, വഹിച്ചുകൊണ്ട് കരയിലേക്ക് പൊക്കോളാമെന്ന് രാധ പറഞ്ഞു. അമൻ ഡിഡ് എക്സാക്ട്ലി വാട്ട് ഷീ വാസ് ടോൾഡ്. ഹീ അല്ല, അവിടെ ഷീ ആണ് കേട്ടോ. ഇത് കറക്റ്റ് ചെയ്ത് ടെക്സ്റ്റിൽ എഴുതാം. അമൻ ഡിഡ് എക്സാക്ട്ലി വാട്ട് ഷീ വാസ് ടോൾഡ്. അമൻ രാധ പറഞ്ഞത് അതേപോലെ അനുസരിച്ചു. രാധ സ്റ്റാർട്ടഡ് സ്വിമ്മിങ് ബാക്ക് സ്ലോലി. Now with Aman's weight, it was tough for her to swim against the current. She used all her strength and inched back towards the river bank. Radha started swimming back slowly. തിരിച്ചു നീന്താനായിട്ട് രാധ ആരംഭിച്ചു. Now with Aman's weight, it was tough for her to swim against the current. നൗ വിത്ത് അമൻസ് വെയ്റ്റ്. ഇപ്പം അവളുടെ കയ്യിൽ എന്തുണ്ട്? അമൻ്റെ ഭാരം കൂടി ഉണ്ട് അല്ലേ? സോ ഇറ്റ് വാസ് ടഫ് ഫോർ ഹെർ. അവൾക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു. ടു സ്വിം അഗെയിൻസ്റ്റ് ദ കറൻറ്റ് ഒഴുക്കിനെതിരായിട്ട് നീന്തുന്നത് ഇപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അമൻ്റെ വെയ്റ്റും കൂടി അവളുടെ കയ്യിലാണ്. ഷീ യൂസ്ഡ് ഓൾ ഹെർ സ്ട്രെങ്ത് ആൻഡ് ഇഞ്ച്ഡ് ബാക്ക് ടുവേർഡ്സ് ദ റിവർ ബാങ്ക്. ഷീ യൂസ്ഡ് ഓൾ ഹെർ സ്ട്രെങ്ത്, അവളുടെ എല്ലാ ശക്തിയും എടുത്തിട്ട് ഇഞ്ച്ഡ് ബാക്ക് ടുവേഴ്സ് ദ റിവർ ബാങ്ക് നദീതീരത്തേക്ക് അവൾ നീന്താനായിട്ട് തുടങ്ങി. ബൈ ദ ടൈം ഷീ റീച്ച്ഡ് ദർ എ ബിഗ് ക്രൗഡ് ഹാഡ് ഗാദേർഡ്. ഹാഫ് എ ഡസൻ ഹാൻഡ്സ് caught hold of her. Someone said, "Let go of Aman, we are here." By the time she reached the river bank, a big crowd gathered there. A big crowd gathered. അവിടെ ഒരു കൂട്ടം ആളുകൾ, അവിടെ കുറേ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. Half a dozen hands caught hold of her. Half a dozen hands, കുറേ കൈകൾ caught hold of her, അവളെന്നെ പിടിച്ചു. Someone said, "Let go of Aman, we are here." Someone said, അതിലുള്ള ആരോ പറഞ്ഞു, "Let go of Aman, അമനെ വിട്ടുകൊള്ളൂ. We are here, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. Then someone scooped her out of water and laid her down slowly on the sand. Then
someone scooped her out of water. അതിൽ ആരോ അവളെന്നെ സ്കൂപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, കോരിയെടുത്തു. ഔട്ട് ഓഫ് വാട്ടർ, വെള്ളത്തിൽ നിന്ന് അവളേനെയും കോരിയെടുത്ത് ലേഡ് ഹെർ ഡൗൺ സ്ലോലി ഓൺ ദ സാൻഡ്, മണ്ണിൽ കൊടുന്നിട്ട് അവളെ കിടത്തി. ഷി വാസ് പാൻറ്റിങ് ആൻഡ് ഹെർ ത്രോട്ട് വാസ് ഡ്രൈ. ഷി വാസ് പാൻറ്റിങ് കിതയ്ക്കുക, അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഹെർ ത്രോട്ട് വാസ് ഡ്രൈ, ത്രോട്ട് തൊണ്ട, അവളുടെ തൊണ്ട വരണ്ടിരുന്നു. ഷീ ഷിവേർഡ് അൺകൺട്രോളബ്ലി ആൻഡ് സംവൺ ബ്രോട്ട് എ ബ്ലാങ്കറ്റ് ആൻഡ് റാപ്ഡ് ഇറ്റ് അറൗണ്ട് ഹെർ. ഷീ ഷിവേർഡ് അൺകൺട്രോളബ്ലി, അവൾ ഷിവേർഡ് വിറച്ചുകൊണ്ടിരുന്നു. അവളിങ്ങനെ ഈ പുഴയുടെ വെള്ളത്തിൻ്റെയൊക്കെ തണവൊക്കെ ആയിട്ട് അവളിങ്ങനെ വിറച്ചുകൊണ്ടിരുന്നു. സംവൺ ബ്രോട്ട് എ ബ്ലാങ്കറ്റ് ആൻഡ് റാപ്ഡ് ഇറ്റ് അറൗണ്ട് ഹെർ, ആരോ ഒരു ബ്ലാങ്കറ്റ് കൊണ്ടുവന്നിട്ട് അവളതിനെ അതിൽ പൊതിഞ്ഞു. ഷി ക്ലോസ്ഡ് ഹെർ ഐസ്, അവൾ അവളുടെ കണ്ണുകൾ അടച്ചു കിടന്നു. ഡ്രിങ്ക് ദിസ്, ഷീ ഹേർഡ് ഹെർ ആൻഡ്സ് വോയ്സ് ആൻഡ് ഓപ്പൺഡ് ഹെർ ഐസ്. ഹെർ ആൻഡ് വാസ് ഹോൾഡിംഗ് എ hot mug of steaming coffee. This will give you strength. Drink this, she heard her aunt's voice. അവളുടെ ആൻറ്റിൻ്റെ സൗണ്ട് കേട്ടു. She opened her eyes. She saw that aunt was holding a hot mug of steaming coffee. ആൻറ്റിൻ്റെ കയ്യിൽ എന്തുണ്ട്, സ്റ്റീമിങ് കോഫി, ആവി പറക്കുന്ന ഒരു കോഫിയും പഠിച്ചിട്ട് നിൽക്കുകയാണ്. This will give you strength. ആൻഡ് എന്താ പറഞ്ഞത്, ദിസ് കോഫി വിൽ ഗിവ് യു സ്ട്രെങ്ത്, ഈ കോഫി നിനക്ക് എന്ത് നൽകും, ശക്തി നൽകും എന്ന് പറഞ്ഞു. രാധ ഡ്രാങ്ക് 2 mugs ഓഫ് കോഫി ആൻഡ് ഫെൽറ്റ് ക്വൈറ്റ് റിലീവ്ഡ്. രാധ ഡ്രാങ്ക് 2 mugs ഓഫ് കോഫി, 2 കപ്പ് കോഫി കുടിച്ചു. ഷീ ഫെൽറ്റ് ക്വൈറ്റ് റിലീവ്ഡ്, അവൾക്കൊരു ആശ്വാസം തോന്നി, രാധയ്ക്കൊരു ആശ്വാസം തോന്നി. Hey champ, you are great. She looked up and saw Ranjit looking at her sheepishly. What a swimmer you are. You swim like a fish. Hey champ, you are great. Radha heard this word. അവൾ ഈ വാക്കുകൾ കേട്ടു. Hey champ, you are great. ഈ വാക്കുകൾ രാധ കേട്ടു. She looked up and saw Ranjit looking at her sheepishly. She saw that Ranjit looking at her sheepishly എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലിബ്യനായിട്ട് നിൽക്കുകയാണ് രഞ്ജിത്ത്. വാട്ട് എ സ്വിമ്മർ യു ആർ, യു സ്വിം ലൈക്ക് എ ഫിഷ്. വാട്ട് എ സ്വിമ്മർ യു ആർ, ഇതൊക്കെ രഞ്ജിത്തിൻ്റെ കമൻസുകളാണ് അവളെ പറ്റിയിട്ട്. വാട്ട് എ സ്വിമ്മർ യു ആർ, എന്തൊരു നീന്തൽക്കാരിയാണ് നീയെ. യു സ്വിം ലൈക്ക് എ ഫിഷ്, നീ എന്തുപോലെ ഒരു മീനിനെ പോലെയാണ് നീന്തുന്നത്, അത്രയ്ക്കും നല്ല നീന്തൽക്കാരിയാണ് നീയെന്ന് പറഞ്ഞു. ബട്ട് I don't know any style, Radha replied with a tinge of bitterness. But I don't know any style, Radha replied. രാധ മറുപടി പറഞ്ഞു, എനിക്ക് ഒരു സ്റ്റൈലും അറിയില്ല. വിത്ത് എ ടിഞ്ച് ഓഫ് ബിറ്റർനെസ്. ബിറ്റർനെസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ദേഷ്യത്തോട് കൂടിയിട്ട് അവൾ പറഞ്ഞു. ഓ പ്ലീസ് ഫോർഗിവ് us രാധ, വി ഈറ്റ് അവർ വേർഡ്സ്. ഓ പ്ലീസ് ഫോർഗിവ് us രാധ, രാധയെ ഞങ്ങളോട് ക്ഷമിച്ചാലും. വി ഈറ്റ് അവർ വേർഡ്സ്, ഞങ്ങളുടെ വാക്ക് തിരിച്ചെടുത്തു. ഇവിടെ ശരിക്ക് ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിച്ചു എന്നാണ് അർത്ഥം. പക്ഷേ ഇത് എന്താണ് അർത്ഥം വരിക, വി ഈറ്റ് അവർ വേർഡ്സ്, ഞങ്ങളുടെ വാക്കുകളൊക്കെ തിരിച്ചെടുത്തു. പണ്ട് രാധേനെ കളിയാക്കിയിട്ടുണ്ട് അല്ലേ, ഇഴയാണ്, വെള്ളത്തിൽ ഒഴുകി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ പറയാണ് പ്ലീസ് ഫോർഗിവ് us രാധ, ഞങ്ങളോട് ക്ഷമിച്ചാലും. ബട്ട് ഐ വിൽ ലവ് ടു ലേൺ യുവർ സ്റ്റൈൽ, യുവർ വെരി ഓൺ സ്റ്റൈൽ രാധ, said Ranjit and held out his hands to her. But I will love to learn your style. I will love to learn your style. നിൻ്റെ സ്റ്റൈൽ എനിക്ക് പഠിക്കണം. യുവർ വെരി ഓൺ സ്റ്റൈൽ, നിൻ്റെ സ്വന്തം സ്റ്റൈല് എനിക്ക് പഠിക്കണം. said Ranjit and he held out his hands to her. അവൻ അവളുടെ കൈ നിവർത്തിയിട്ട് രാധയ്ക്ക് കൈ കൊടുക്കണം. രാധാസ് ഫേസ് ഗ്ലോഡ് വിത്ത് ഹാപ്പിനെസ്. രാധാസ് ഫേസ്, രാധയുടെ മുഖം എന്ത് ചെയ്തു, ഗ്ലോ, തിളങ്ങി. വിത്ത് ഹാപ്പിനെസ്, സന്തോഷം കൊണ്ട് അവളുടെ മുഖം തിളങ്ങി. ഇവിടെ നമ്മുടെ കഥ അവസാനിച്ചു. ഓൾ ഓഫ് യു റീഡ് ദിസ് പാർട്ട് അഗെയിൻ. റൈറ്റ് ദ ഡിഫിക്കൽട്ട് വേർഡ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ആൻഡ് റൈറ്റ് ദ മീനിങ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. All of you
Find out the answers of side questions 11 and 12. Okay. The story is written by Girija Rani Asthana. She was an Indian short story writer. Okay, all of you read the story. Again, write the difficult words in your notebook. All of you take your textbook, page number 143. Let's revisit the story. 3 questions are here. First question, her city cousins and she, with her small town background, were poles apart. She had nothing in common with them. How was Radha different from her cousins? Our question, her city cousins and she with her small town background were poles apart. She had nothing in common with them. How was Radha different from her cousins? നമ്മൾ പറഞ്ഞു രാധയും രാധയുടെ കസിൻസ് തമ്മിൽ ഒരു പോൾസിൻ്റെ ദൂരമുണ്ട്, ഒരു ധ്രുവങ്ങളുടെ ദൂരമുണ്ട് എന്ന് പറഞ്ഞു. ഹൗ വാസ് രാധ ഡിഫറെൻറ്റ് ഫ്രം ഹർ കസിൻസ്? ഓൾ ഓഫ് യു റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക്, ഫൈൻഡ് ഔട്ട് ദി ആൻസർ ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഈ സ്പേസിൽ തന്നെ എഴുതിയാൽ മതി എല്ലാവരും. ഇവിടെ ലൈൻസ് ഉണ്ട്, അത് രാധ എഴുതുക. ഡ്രോ 2 കോളംസ്. ഫസ്റ്റ് കോളം രാധ, രാധയുടെ സ്പെഷ്യാലിറ്റീസ് എഴുതുക. നെക്സ്റ്റ് കോളം ഹെർ കസിൻസ്, അവളുടെ കസിൻസിൻ്റെ സ്പെഷ്യാലിറ്റീസ് എഴുതുക. നമുക്ക് കിട്ടും. രാധ വില്ലേജ് ഗേളാണ്, ഹെർ കസിൻസ് സിറ്റി ബോയ്സ് ആണ്. പിന്നെ അവരുടെ ഓരോരുത്തരുടെ ലൈക്സും ഡിസ്ലൈക്സും എഴുതിയാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാധ ഈസ് brave and helpful. Do you agree with this statement? Pick out some instance from the story that support your answer. Our second question is, Radha is brave and helpful. Do you agree with this statement? രാധ ധൈര്യവതിയും ഹെൽപ്ഫുള്ളുമാണ്, സഹായ മനസ്കതയും ഉള്ളവളാണ്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതുക. Pick out some instance എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ്. Pick out some instance from the story that support your answer. നിങ്ങളുടെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് സെൻറ്റൻസ് എവിടെ നിന്ന് എഴുതുക? ടെക്സ്റ്റിൽ നിന്ന് എടുത്ത് എഴുതാനാണ്. All of you do it individually. Our third question, imagine that you were also present at the spot where Radha saved Aman. Describe what happened in about 100 words. Imagine that you were also present at the spot where Radha saved Aman. Describe what happened in about 100 words. നിങ്ങളും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവിടെ കുറേ ആളുകൾ കൂടിയിരുന്നു എന്ന് കണ്ടില്ലേ? അതിലൊരാളെ നിങ്ങളാണെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻ ഇൻ അബൌട്ട് 100 വേർഡ്സ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കാം. നിങ്ങളൊന്ന് ഇത് റഫിൽ എഴുതിയാൽ മതി. ടീച്ചർ എന്ത് തരാം? ടീച്ചേഴ്സ് വേർഷൻ തരാം. തേർഡ് ക്വസ്റ്റ്യൻ മാത്രം റഫ് ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ. ടീച്ചേഴ്സ് വേർഷൻ തരാം. ഓക്കെ. Let us start our activities. All of you take page number 144. Activity 1. Here is the last part of the story. Oh, please forgive us, Radha. We eat our words. But I will love to learn your style. Your very own style, Radha, said Ranjit and held out his hand to her. രഞ്ജിത്ത് രാധയോട് പറഞ്ഞ ലാസ്റ്റ് വേർഡ്സുകളാണ്. സോറിയൊക്കെ പറഞ്ഞില്ലേ, ആ ലാസ്റ്റ് വേർഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രഞ്ജിത്ത് ഫെൽറ്റ് സോറി ഫോർ വാട്ട് ദേ ഹാഡ് ഡൺ ടു രാധ. വാട്ട് വുഡ് ഹിസ് തോട്ട്സ് ബി? റൈറ്റ് ദ തോട്ട്സ് ഓഫ് രഞ്ജിത്ത്. രഞ്ജിത്ത് ഫെൽറ്റ് സോറി ഫോർ വാട്ട് ദേ ഹാഡ് ഡൺ ടു രാധ. രഞ്ജിത്തിനോട് രാധയോട് ചെയ്തതിനൊക്കെ വിഷമം തോന്നി. അവൻ കുറേ കാര്യങ്ങൾ രാധയോട് ചെയ്തിട്ടില്ലേ? രാധേനെ സ്വിമ്മിങ് പൂളിലേക്ക് കൊണ്ടുപോകാതെ പോയിട്ടുണ്ട്, അവളെന്നെ കളിയാക്കിയിട്ടുണ്ട്. അതിനൊക്കെ പറ്റിയിട്ട് അവന് സോറി തോന്നി. വാട്ട് വുഡ് ഹിസ് തോട്ട്സ് ബി? അവൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? റൈറ്റ് ദ തോട്ട്സ് ഓഫ് രഞ്ജിത്ത്. രഞ്ജിത്തിൻ്റെ ചിന്തകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾ ഓഫ് യു റൈറ്റ് ദ തോട്ട്സ് ഓഫ് രഞ്ജിത്ത് ഇൻ യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ എല്ലാവരും രഞ്ജിത്തിൻ്റെ ചിന്തകൾ എഴുതാം. ഓക്കെ. ടീച്ചേഴ്സ് വേർഷൻ അയച്ചു തരാം. നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് രഞ്ജിത്തിൻ്റെ തോട്ട്സ് എഴുതാം. ഓക്കെ.
Activity 2. Here are some scrambled words. The words describe the various qualities of a person. The words are here in brackets. Unscramble them and complete the word pyramid with the help of the hints given. Here are some scrambled words. കുറച്ച് വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചാലൊന്നും മനസ്സിലാവില്ല. കാരണം അതെന്താണ്, സ്ക്രാമ്പിൾഡ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. സ്പെല്ലിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദ വേർഡ്സ് ഡിസ്ക്രൈബ് വാരിയസ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ക്വാളിറ്റീസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ബ്രാക്കറ്റിൽ ആ വേർഡ്സ് ഉണ്ട്. അൺസ്ക്രാമ്പിൾ ദം ആൻഡ് കംപ്ലീറ്റ് ദ വേർഡ് പിരമിഡ്. ആ വേർഡ്സിനെ അൺസ്ക്രാമ്പിൾ ചെയ്തിട്ട് കറക്റ്റായിട്ട് എഴുതിയിട്ട് ആ വേർഡ് പിരമിഡ് കംപ്ലീറ്റ് ആക്കാനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഹിൻസ് കൊടുത്തിട്ടുണ്ട് വേർഡ് പിരമിഡ് കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ നമുക്ക് ഈ വേർഡ്സിനൊക്കെ ഒന്ന് അൺസ്ക്രാമ്പിൾ ചെയ്യാം. ഫസ്റ്റ് വേർഡ് എന്താ? വാട്ട് ഈസ് ദ ഫസ്റ്റ് വേർഡ്? ഫസ്റ്റ് വേർഡ് സെൽഫിഷ്. സെൽഫിഷ്. സെക്കൻഡ് വേർഡ് ഒപ്റ്റിമിസ്റ്റിക്. ഒപ്റ്റിമിസ്റ്റിക്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ശുഭാപ്തി വിശ്വാസം എന്ന് പറയില്ലേ, എല്ലാറ്റിലും നല്ലതായിട്ടുണ്ടാകും, നല്ലതാവും വിചാരിക്കില്ലേ, അതാണ് ഒപ്റ്റിമിസ്റ്റിക്. തേർഡ് വേർഡ് ഷൈ. ഷൈ. ഫോർത്ത് ജനറസ്. ജനറസ്. ഫിഫ്ത്ത് അഡ്വെഞ്ചറസ്. അഡ്വെഞ്ചറസ്. നെക്സ്റ്റ് വേർഡ് മീൻ. മീൻ. നെക്സ്റ്റ് വേർഡ് എന്താ? ജെൻറ്റിൽ. ജെൻറ്റിൽ. നെക്സ്റ്റ് വേർഡ് ടെൻസ്. ടെൻസ്. ലാസ്റ്റ് വേർഡ് കോൺഫിഡൻറ്റ്. കോൺഫിഡൻറ്റ്. ഈ വേർഡ്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ടീച്ചർ സ്പെല്ലിങ് പറയാത്തത്. നമുക്ക് ആ വേർഡ് പിരമിഡ് എഴുതുമ്പോൾ പറയാം കേട്ടോ. ഫസ്റ്റ് ഹിൻറ്റ്: നെർവസ് അബൌട്ട് മീറ്റിംഗ് ഓർ സ്പീക്കിംഗ് ടു അതർ പീപ്പിൾ. Nervous about meeting or speaking to other people. What is the answer? ആൾക്കാരോട് സംസാരിക്കുമ്പോഴോ മീറ്റിങ്ങിലൊക്കെ നെർവസ് ആവുക, അതിനെന്താ പറയുക? ഷൈ. ആൻസർ ഷൈ. SHY. ഷൈ. SHY. ഷൈ. 2. നാരോ മൈൻഡഡ് പെറ്റി. നാരോ മൈൻഡഡ് പെറ്റി. ആൻസർ മീൻ. MEAN. MEAN. Third one, nervous or worried. Nervous or worried. ആകെ എപ്പോഴും നെർവസ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ വറി, ആകെ വിഷമിച്ചിരിക്കുക, അതിനെന്താ പറയുക? ടെൻസ്. TENSE. ടെൻസ്. TENSE. ഫോർത്ത് calm and kind. Calm and kind. Gentle. 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 Fifth, caring only about oneself. Caring only about oneself. Answer selfish. 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 Sixth, liberal, open-handed. Liberal, open-handed. Answer generous. GENEROUS. Seventh one, sure about one's own ability. Sure about one's own ability. Confident. 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 Eighth, expecting good things to happen. Expecting good things to happen. Answer optimistic. 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 Ninth, willing to take risks. Willing to take risk.
adventurous. 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 ഓക്കെ, നിങ്ങൾ ഈ വേർഡ് പിരമിഡ് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. ആക്ടിവിറ്റി 3. Read the dialogues given in the table below. Who is the speaker? Who is it addressed to? What characteristics of the speaker are expressed here? ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ദ സ്പീക്കർ. ആരാണ് ആ ഡയലോഗ്സ് പറഞ്ഞിരിക്കുന്നത്? ഹൂ ഈസ് ഇറ്റ് അഡ്രസ്ഡ് ടു. ആരോടാണ് അത് പറഞ്ഞത്? ആ ഡയലോഗ്സ് ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്പീക്കർ ആർ എക്സ്പ്രസ്ഡ് ഹിയർ. എന്ത് സ്വഭാവ സവിശേഷതകളാണ് സ്പീക്കറുടെ അവിടെ പ്രകടമായി കാണുന്നത്? അതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. പിക്ക് ഔട്ട് റെലവൻറ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ടേബിളിൽ അവിടെ കുറച്ച് വേർഡ്സ് ബ്രാക്കറ്റിലുണ്ട്. അപ്രീഷിയേറ്റിംഗ്, മോക്കിംഗ്, എൻകറേജിങ്, കെയറിങ്, കൺസേൺഡ്, ഇന്നസെൻസ്. ആ വേർഡ്സ് ഉപയോഗിച്ചിട്ട് അത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്പീക്കറാണ്. സ്പീക്കറിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വേർഡ്സ് ഏത് ഡയലോഗ്സിനാണ് സ്യൂട്ടബിൾ ആവുക നോക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ദ ടേബിൾ. ഓൾ ഓഫ് യു ഡു ഇറ്റ് ഇൻഡിവിജ്വലി. വൺ ഈസ് ഡൺ ഫോർ യു. നിങ്ങൾക്കായിട്ട് ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡയലോഗ്: നോ, ഐ ഡോണ്ട് നോ എനി ഓഫ് ദീസ്, ഐ ജസ്റ്റ് സ്വിം. സ്പീക്കർ: രാധ. അഡ്രസ്സി. അഡ്രസ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൂ ഈസ് ഇറ്റ് അഡ്രസ്ഡ് ടു. ആരോടാണ് ഇത് പറഞ്ഞത്? രഞ്ജിത്ത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്പീക്കർ: ഇന്നസെൻസ്, നിഷ്കളങ്കത. രാധയുടെ നിഷ്കളങ്കതയാണ് അവിടെ പ്രകടമാകുന്നത്. ബാക്കി 5 dialogues are here. Find out who is the speaker, who is the addressee, and characteristics of the speaker. Okay, all of you do it individually. Let us stop here. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും നന്നായി ടെക്സ്റ്റ് വായിക്കണം. രഞ്ജിത്തിൻ്റെ തോട്ടും ടീച്ചർ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യണം. ഓക്കെ, താങ്ക് യു.